ഷൈൻ ടോം ചാക്കോ പ്രധാനപ്പെട്ട ചോദ്യത്തിനുള്ള മറുപടി നൽകിയിരിക്കുകയാണ്. എന്തിന് ഹോട്ടലിൽ നിന്ന് ഓടി എന്ന ചോദ്യത്തിന് ഗുണ്ടകളെന്ന് കരുതി, അതായത് ഡാൻസ് ഓഫ് സംഘത്തെ ഗുണ്ടകളെന്ന് സംശയിച്ച് ഓടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹോട്ടലിൽ നിന്ന് ഓടിയത് ഗുണ്ടകളെന്ന് കരുതി എന്നാണ് ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ പോലീസിനോട് പറഞ്ഞത്. ഡാൻസ് ഓഫ് സംഘത്തെ ഗുണ്ടകളെന്ന് തെറ്റിദ്ധരിച്ചു എന്നാണ് പറയുന്നത്. ഏറ്റവും പുതിയ വിവരവുമായി SS ശരനുണ്ട്. ശരൺ, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതായിരുന്നു, എന്തിനോടി ഷൈൻ ടോം ചാക്കോ എന്നതിന്. അതിന് പറഞ്ഞിരിക്കുന്ന മറുപടി ഡാൻസ് ഓഫ് സംഘത്തെ ഗുണ്ടകളെന്ന് കരുതി എന്നാണോ? സ്മൃതി, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് എന്തിനു വേണ്ടിയാണ് ആ ഓട്ടം എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ള ചോദ്യം ചെയ്യലാണ് ഇതുവരെ നടന്നിരുന്നത്. അപ്പോൾ അതിലൊരു ഒരു മൊഴി ഷൈൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ഷൈൻ അതിന് മറുപടിയായി നൽകിയിരിക്കുന്നത് ഗുണ്ടകൾ എന്ന് കണ്ടാണ് ഓടിയെന്നുള്ളതാണ്. ഗുണ്ടകളും തെറ്റിദ്ധരിച്ച് ഓടിയെന്നുള്ളതാണ്. ഡാൻസ് ഓഫ് സംഘത്തെ കണ്ടപ്പോൾ ഗുണ്ടകളും തെറ്റിദ്ധരിച്ചു. അതോടുകൂടിയാണ് താൻ ജനൽ വഴി ഇറങ്ങി അതിസാഹസികമായിട്ട് ഓടിയെന്നുള്ള മറുപടിയാണ് ഇപ്പോൾ ഷൈൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു, പോലീസിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ സെൻട്രൽ ACP ആയ ജയകുമാറിൻ്റെ നേതൃത്വത്തിൽ മറ്റ് 2 ACPമാരുടെ സാന്നിധ്യത്തിൽ വലിയ രീതിയിലുള്ള ചോദ്യം ചെയ്യലാണ് നടന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് വലിയ രീതിയിൽ ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. 32 ചോദ്യങ്ങൾ മുന്നിൽ വച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലാണ് നടന്നുകൊണ്ടിരുന്നത്. ഇതിനിടയിൽ തന്നെ പോലീസ് പ്രധാനമായും കണ്ടെത്താൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ വ്യക്തത വരുത്താൻ ശ്രമിച്ചത്, ഷൈൻ എന്തിനു വേണ്ടി അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്, ഏത് സാഹചര്യത്തിലാണ് ആ മുറിയിൽ നിന്നും ജനൽ വഴി ഇറങ്ങിച്ചാടി ഓടിയെന്നുള്ളതാണ്. അതിനിപ്പോൾ ഷൈൻ മറുപടി നൽകിയിരിക്കുന്നു. ഗുണ്ടകളെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇറങ്ങി ഓടിയെന്നുള്ളതാണ്. ഡാൻസർ സംഘം അവിടെ എത്തി വാതിലിൻ്റെ ബെല്ലടിക്കുന്നു. ബെല്ല് അടിച്ചോടുകൂടി തന്നെ അവിടെ റൂം സർവീസ് എന്ന് പറയുമ്പോൾ തന്നെ ഷൈൻ മറുപടി നൽകിയിരുന്നത് ഇവിടെ റൂം സർവീസ് വേണ്ട എന്നുള്ളതാണ്. അത് പറഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങി ചാടുകയും ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ ഗുണ്ടകളെന്ന് തെറ്റിദ്ധരിച്ചാണ് താൻ ഇത്തരത്തിൽ ഇറങ്ങി ഓടി, അതിസാഹസികമായി ഓടി പൊള്ളാച്ചിയിലേക്ക് എത്തിയെന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ടല്ലോ ശരൺ. ഇപ്പോൾ ഗുണ്ടകൾ എന്ന് തെറ്റിദ്ധരിച്ചു എന്ന് പറയുന്നു. ഗുണ്ടകൾ എന്ന് തെറ്റിദ്ധരിച്ച് അവിടെ നിന്നും അതിസാഹസികമായി ഓടുന്നു. അപ്പോൾ ഗുണ്ടകളുമായി ഷൈൻ ടോം ചാക്കോയ്ക്ക് എന്താണ് ബന്ധം എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. ഗുണ്ടകൾ എന്തിന് ഷൈൻ ടോം ചാക്കോയെ തേടി എത്തണം? അപ്പോൾ എന്താണ് അതിന് പറയുന്ന മറുപടി? സ്മൃതി, അതിൻ്റെ ഒരു വിശദീകരണം നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. പോലീസിൽ നിന്നിപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രാഥമിക വിവരമാണ്. അതായത് മൊഴിയുടെ വിശദാംശങ്ങൾ നമ്മൾ തേടിയിരുന്നു. അപ്പോഴാണ് ഗുണ്ടകളെ കണ്ടാണ്, ഗുണ്ടകളാണെന്ന് തെറ്റിദ്ധരിച്ചാണ് താൻ ഇങ്ങനെ ഇറങ്ങി ഓടിയെന്നുള്ളതാണ് ഷൈൻ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരാൾ ഗുണ്ടകളാണെന്ന് തെറ്റിദ്ധരിച്ച് ഇറങ്ങി ഓടണമെന്നുണ്ടെങ്കിൽ അതിന് മുൻപ് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാകണം. ആ പ്രശ്നം എന്താണെന്നുള്ളത് ഇപ്പോൾ പോലീസ് ഷൈനിൽ നിന്ന് ചോദിച്ചറിയുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്മൃതി ചോദിച്ച പ്രസക്തമായ ചോദ്യം, അതായത് ഒരുപക്ഷെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഷൈൻ ഇത്തരത്തിലൊരു മറുപടി നൽകിയെന്നുള്ളൊരു സംശയം കൂടി പോലീസിന് ഉണ്ടാകും. അതിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ പോലീസ് ശ്രമിക്കുക. എന്ത് പ്രശ്നമാണ്, അതായത് ഗുണ്ടകൾ അവിടെ വന്നു എന്ന് പറയുമ്പോൾ തന്നെ, ഗുണ്ടകളാണെന്ന് തെറ്റിദ്ധരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിന് മുമ്പുണ്ടായ പ്രശ്നം എന്താണെന്നാണ് പോലീസിന് ആദ്യം മനസ്സിലാക്കാനുള്ളത്. അതിൽ വ്യക്തത കുറവുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പോലീസിനെ സംബന്ധിച്ച് ഇത് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു മൊഴിയായിട്ട് കാണേണ്ടി വരും. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശദമായ ചോദ്യം ചെയ്യലിലേക്കും അന്വേഷണത്തിലേക്കൊക്കെ തന്നെ പോലീസ് കടക്കും. നിലവിൽ ഇത്തരത്തിലൊരു പ്രധാനപ്പെട്ട മൊഴി, അതായത് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, പോലീസ് തന്നെ ചോദിക്കുന്ന ചോദ്യം, ആർക്കും ഒരു വ്യക്തതയും ഇല്ലാത്ത കാര്യം, ഡാൻസർ സംഘം അവിടെ എത്തി ബെല്ലടിക്കുമ്പോൾ ഇറങ്ങി ഓടുന്നതിനപ്പുറം ഡാൻസർ സംഘത്തിന് പോലും എന്തുകൊണ്ടാണ് ഷൈൻ ടോം ഇറങ്ങി ഓടിയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല. അതിനാണ് ഇപ്പോൾ ഒരു മറുപടി വന്നിരിക്കുന്നത്. പക്ഷേ അത് പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇതിനു മുമ്പുണ്ടായ സംഭവം, അതായത് ഗുണ്ടകൾ അവിടെ എത്തിയെന്ന് പറയുമ്പോൾ അതിനു മുമ്പ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗുണ്ടകളായിട്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകുക. അപ്പോൾ ആ പ്രശ്നം എന്തെന്നുള്ളത് കൃത്യമായി തന്നെ ഷൈനിന് പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരുമെന്നുള്ളതാണ്. അതിനുള്ള നീക്കങ്ങൾ കൂടിയാണ്, ആ ഒരു ചോദ്യം ചെയ്യൽ കൂടിയാണ് ഈ ഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ശരൺ, ഇപ്പോൾ ഇയാൾ ഹോട്ടലിൽ നിന്ന് ഓടിയ ദൃശ്യങ്ങൾ അത് പുറത്തു വന്നു. അത് പുറത്തു വന്ന ശേഷം മാധ്യമങ്ങളിൽ തന്നെ അത് വലിയ വാർത്തയാകുന്നു. ഷൈൻ എവിടെ എന്നുള്ള അന്വേഷണവുമായി പോലീസ് നീങ്ങുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. ഇതിനൊക്കെ ശേഷം കുറെ കഴിഞ്ഞാണല്ലോ ഇയാൾ പൊള്ളാച്ചിയിലേക്ക് എത്തിയത്. ആ ഓട്ടം മറ്റു വാർത്തകളൊന്നും അറിയാതെയാണ് എന്ന് കരുതാനാവില്ല. കാരണം ഇതിനിടയ്ക്കൊക്കെ തന്നെ ഇയാൾ ഇൻസ്റ്റാഗ്രാമിൽ പുതിയ പോസ്റ്റുകൾ ഇടുന്നുണ്ടായിരുന്നു, പരിഹാസ രൂപേണയുള്ള പോസ്റ്റുകൾ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും നിൽക്കുന്ന മറുപടിയായി കരുതാൻ പറ്റില്ലല്ലോ.
ഇത് നിലനിൽക്കുന്ന മറുപടിയാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ട പോലീസ് തന്നെയാണ്. പോലീസിന് ഇപ്പോഴും ഒരുപാട് സംശയങ്ങളുണ്ട്. ഇത്തരത്തിലൊരു മറുപടി ഷൈൻ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും പോലീസ് അത് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ചുവട് പിടിച്ചുള്ള മറ്റ് അന്വേഷണങ്ങൾ കൂടി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്മൃതി ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ അത്തരത്തിൽ ജനൽ വഴി ഇറങ്ങിച്ചാടി സ്വിമ്മിംഗ് പൂൾ വഴി ഓടി ഈ ഇവിടേക്ക് പോകുമ്പോൾ, അതായത് ഒരു ആഡംബര ഹോട്ടലിലേക്ക് ആദ്യം എത്തുന്നു, അതിനുശേഷം അവിടെ താമസിച്ച ശേഷം കൊച്ചി വിടാൻ തീരുമാനിക്കുന്നു, കേരളം തന്നെ വിടാൻ തീരുമാനിക്കുന്നു, അങ്ങനെ പൊള്ളാച്ചിയിലേക്ക് എത്തുന്നു. അങ്ങനെ പൊള്ളാച്ചി വരെ എത്തിച്ച സാഹചര്യം എന്തായിരുന്നു എന്നുള്ളതാണ്. ഗുണ്ടകൾ തല്ലാൻ തന്നെ വന്നിരുന്നു, തന്നെ തല്ലാനായി വന്നിരുന്നു. അത് തെറ്റിദ്ധരിച്ച് ആണ് ഇറങ്ങി ഓടിയെന്ന് പറയുമ്പോൾ തന്നെ അത് പൂർണ്ണമായും പോലീസിനെ സംബന്ധിച്ച് വിശ്വാസത്തിൽ എടുക്കാൻ കഴിയില്ല. കാരണം അപ്പോഴും പല സംശയങ്ങളുമുണ്ട്. ഈ ലഹരി ഉപയോഗിച്ചിരുന്നു, ഷൈൻ ലഹരി ഉപയോഗിച്ചിരുന്നു, ഒപ്പം തന്നെ ഷൈൻ്റെ പക്കൽ ലഹരി വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നടക്കം ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും പോലീസിന് നിലനിൽക്കുന്നുണ്ട്. പോലീസ് ഇപ്പോൾ പ്രധാനമായും ചോദിച്ച് അറിയുന്നത് എന്ത് പ്രശ്നമാണ്, ഇങ്ങനെ ഗുണ്ടകളെന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ തന്നെ അതിന് മുമ്പുണ്ടായ പ്രശ്നം എന്താണ് എന്നുള്ളതാണ്. അതിലൊരു ക്ലാരിറ്റി ഷൈൻ വരുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. അതുകൂടി വരുമ്പോഴായിരിക്കും ഷൈൻ്റെ ഈ മറുപടി വിശ്വാസത്തിലെടുക്കാൻ കഴിയുമോ അല്ലാത്തതാണോ എന്നുള്ള പ്രതികരണവും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. ഭയന്നോടി രക്ഷപ്പെട്ടു എന്നാണ് ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ പോലീസിനോട് പറഞ്ഞത്. തന്നെ ആക്രമിക്കാൻ വന്നവരെന്ന് കരുതി എന്നാണ് ഇയാൾ പറയുന്നത്.